കർത്താവ് ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർത്തണോ ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തിയും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജീവിതമാർഗം തീർന്നു പോകാൻ പോകുന്നവർ, ജീവിതമാർഗം പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം നീ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വിവാഹിതരെ, വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളോട് ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശീർവദിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഓരോരോ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ബാധ്യമാണല്ലോ, മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പ് കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം, അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവരും തളർന്നുപോയവരും തളർവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളിലും കുടുംബങ്ങളിലൊക്കെ തമ്മിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി അകല രാജ്യങ്ങളും വിദൂരസ്ഥരായിട്ട് വിദൂരാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി കർത്താവ് നാട്ടിൽ വരാൻ തടസ്സമുള്ളവരുണ്ട് ഈശോയെ. കേസ് കൊണ്ടും പലതരത്തിലുള്ള ബാനിങ് കൊണ്ടും സാമ്പത്തികമായ ബാൻസ് കൊണ്ടും നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. അതുപോലെ വിസ ക്ലോസായിപ്പോയവരുണ്ട് ഈശോയെ. കേസ് കാരണം ജയിലിലായിപ്പോയവരുണ്ട് ഈശോയെ. അവർക്ക് അത് നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഭാഗോടപടി നടക്കാത്ത കുടുംബങ്ങൾ, ഭാഗോടപടി നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദുരിതമനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ഡേറ്റുകൾ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളവരും അത് നീങ്ങിപ്പോകുന്നവരും, ചില ഗർഭിണികളെ കാണിച്ചിരുന്നുണ്ട് അബോർഷൻ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അബോർഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട്. അവരെ നീ സന്ധിക്കണം, അവരുടെ വയറിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആ കുഞ്ഞിനെ ജീവനോടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വശക്തനായ ദൈവം, ആമേൻ.